കാസർഗോഡ് സ്വദേശിയായ ബ്ലോഗർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ കൂട്ടുകാരനും തൂങ്ങി മരിച്ച നിലയിൽ കാസർഗോഡ് മന്നിപ്പാട് സ്വദേശി സന്തോഷാണ് മരിച്ചത്. രേഷ്മയും സന്തോഷും ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. യുവതിയുടെ മരണത്തിൽ സന്തോഷ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് വിവരം. ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് ഈ ചിന്നുപ്പാപ്പു എന്ന് വിളിക്കുന്ന ബ്ലോഗർ രേഷ്മ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്വന്തം താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ചത്. അതിനുശേഷം ഈ രേഷ്മയോടൊപ്പം താമസിച്ചിരുന്ന കൂട്ടുകാരനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കാസർഗോഡ് മന്നിപ്പാട് സ്വദേശി സന്ദേശ് 20 വയസ്സ്. പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റമൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഈ രേഷ്മ മരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു ഇയാൾ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്കാണ് സ്വന്തം വീട്ടിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ചിന്നു പാപ്പു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ ഒരു പെൺകുട്ടി കഴിഞ്ഞ ആഴ്ചയാണ് സ്വയം ജീവൻ ഒടുക്കിയത്. കാരണം എന്താണെന്നുള്ളത് ആർക്കും വ്യക്തമായി അറിയില്ലായിരുന്നു. അവർ കല്യാണം കഴിച്ച് ഒരു കുഞ്ഞുള്ളതായിരുന്നു. 4 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ആ ഒരു ഭർത്താവുമായിട്ട് പിണങ്ങി ഡിവോഴ്സായി കഴിയായിരുന്നു എന്ന് പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ ഒരു ആൺ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു ആൺ സുഹൃത്തുമായിട്ടുള്ള എന്തോ ഒരു വഴക്കിന്റെ പേരിലോ എന്താണ് കാരണം എന്നുള്ളത് ഇതുവരെ ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന്റെ പേരില് ആ ഒരു പെൺകുട്ടി ജീവൻ ഒടുക്കി. ഇന്ന് കേൾക്കുന്നു ആ ആൺ സുഹൃത്തും അതേ രീതിയിൽ തന്നെ ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് കണ്ടു. പാവം പെൺകുട്ടി മരണപ്പെട്ടു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് കണ്ടിട്ട് വലിയ സഹതാപോ സങ്കടമോ ഒന്നും തന്നെ തോന്നിയില്ല. കാരണം അഹങ്കാരം എന്ന് തന്നെ ഞാൻ പറയും. മരണപ്പെട്ടു പോയ ഒരാളാണ് എങ്കിൽ പോലും ഇത് പറയാതെ വയ്യ. 4 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവക്ക് ചിന്തിക്കാമായിരുന്നു ഈ ലോകത്ത് എന്ത് വലിയ പ്രശ്നമെന്ന് പറഞ്ഞാലും അതെല്ലാം തരണം ചെയ്ത കുഞ്ഞിന്റെ മുഖത്തേക്ക് അവക്കൊന്ന് നോക്കാമായിരുന്നു. അവള് ചിന്തിക്കണമായിരുന്നു, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ കുഞ്ഞിനാര് എന്നവള് ചിന്തിക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ എന്തോ ഒരു പിണക്കത്തിന്റെ പേരിൽ സ്വന്തം ജീവൻ അങ്ങ് ഒടുക്കി അവൾ അങ്ങ് പോയി. ആ കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ കുഞ്ഞൊന്നുമല്ല, 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് അനാഥമായില്ലേ? എന്തെങ്കിലും കാരണം കൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ഓർക്കാം. ഇത് ആൺസുഹൃത്തുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിലാന്ന് പറയുന്നു. പക്ഷെ പോലീസ് ചോദ്യം ചെയ്തപ്പോ ഈ ആൺസുഹൃത്തുമായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ആൺസുഹൃത്തിനെ പോലീസ് വിട്ടയച്ചിരുന്നു. ഇന്ന് കേൾക്കുന്നു ആ ആൺസുഹൃത്തും തന്നെ അതേ രീതിയിൽ തന്നെ ജീവൻ ഒടുക്കി എന്നുള്ളത്. നിസാര കാര്യങ്ങൾക്കായിരിക്കും ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഇവർ ചെയ്യുന്നത്. ഇവരെപ്പോഴും ഇവരെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ പറയുന്ന ചിന്നു പാപ്പു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അമ്മേനെ അച്ഛനെ അവള് കണക്കാക്കണ്ട. പക്ഷെ അവള് ചിന്തിക്കണമായിരുന്നു, എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാൻ ഇല്ലാതായാൽ ആ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ് അവള് ചിന്തിക്കണമായിരുന്നു. പക്ഷെ അവൾ അത് ചിന്തിക്കാതെ അവൾക്ക് എന്തോ താങ്ങാൻ പറ്റാത്ത സങ്കടം വന്നപ്പോ സ്വന്തം ജീവൻ അങ്ങോട്ട് ഒടുക്കി. അതിന് തൊട്ട് പിന്നാലെ ഈ ആൺ സുഹൃത്ത്, അവള് മരണപ്പെട്ടതിന്റെ പേരില് ഇവനും ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് അവനും അവന്റെ ജീവൻ അങ്ങ് ഒടുക്കി. ആർക്ക് പോയി? ഇപ്പൊ ഇവന്റെ ജീവൻ പോയപ്പോ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. മാതാപിതാക്കളുടെ അവസ്ഥ. അവള് പോയപ്പോഴോ അവക്കുണ്ട് കുടുംബം എല്ലാം. പക്ഷെ ആ കുഞ്ഞിനെ ഓർക്കുമ്പോ മാത്രമാണ് സങ്കടം തോന്നുന്നത്. കാരണം അവളുടെ കുഞ്ഞുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവളുടെ വീഡിയോസ് ഒക്കെ ഹാപ്പി ആയിരുന്നിരിക്കാം, അവളുടെ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഒരു രസമായിരുന്നിരിക്കാം. അങ്ങനെ പുള്ളിക്കാരുടെ സംസാരവും കാര്യങ്ങളെല്ലാം നല്ലൊരു എനർജി ആയിരുന്നു. എന്താന്ന് പറഞ്ഞാലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സ്വന്തം ജീവൻ അങ്ങോട്ട് ഇല്ലാതാക്കി. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽപ്പെട്ട് 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപകടത്തിലായിരുന്നു. അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ കാറിൽ യാത്ര ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. ആ കുഞ്ഞ് എന്താ പറയാ, മസ്തിഷ്ക മരണം സംഭവിക്കുകയും പിന്നീട് ആ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി. ആ മാതാപിതാക്കൾ എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? ഇവളൊക്കെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇതുപോലെ സ്വന്തം ജീവൻ അത് അങ്ങ് ഇല്ലാതാക്കി. എത്രയോ ആൾക്കാർ
എത്രയോ ആൾക്കാര് ഓരോരോ അപകടങ്ങളിൽ മരണപ്പെടുന്നു. അവരൊക്കെ എന്താ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച് നിന്നവരായിരിക്കണം. ഇപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ പോലും വെറും 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, ആ ഒരു കുഞ്ഞ് എന്തോരം പ്രതീക്ഷകളോടുകൂടി ആയിരിക്കും ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കുഞ്ഞിച്ചും ലാളിച്ചും ഒക്കെ വളർത്തി കൊണ്ടുവന്നത്. ഒരു അപകടത്തിൽ ആ കുഞ്ഞിന്റെ ജീവൻ പോയി. പക്ഷെ ഇവളൊക്കെയോ എന്തൊക്കെയോ നിസാര കാരണങ്ങൾ കൊണ്ട് സ്വന്തം ജീവൻ അങ്ങ് ഇല്ലാതാക്കുക. എത്രയോ ആൾക്കാര് ഓരോരോ രോഗങ്ങൾ കൊണ്ട് നരകിക്കുന്നുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവളുടെ ഈ ഒരു മരണമൊന്നും കണ്ടിട്ട് ഒരു സഹതാപം തോന്നില്ല. പകരം ആ കുഞ്ഞിനോട്, ആ കുഞ്ഞിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. കാരണം ഇതുപോലെ ഒരു മാതാപിതാക്കൾക്ക് ആ കുഞ്ഞ് ജനിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട്. കുറെ ദിവസമല്ലേ ദീച്ചുനെ കാണിക്കാതെ? ദീച്ചോടെ പോയിക്കൊണ്ടുണ്ടായിനി മുള്ളെരുത്തുണ്ടായി ഗൈസ് നമ്മളെ ദീച്ചുട്ടെ അല്ലെ? മുള്ളെരുത്ത് എന്തായിക്കൊണ്ടുണ്ടായേ? അങ്ങനെ എന്തല്ല ഗൈസ്. അപ്പൊ നമ്മളെ ദീച്ചോട്ടനെ കാണിക്കത്തവർക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹായ് പറയും. ഹായ്, ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുമെന്ന് ദിച്ചു ടൂണിക്ക എന്തിനി പോന്നെ? മീൻ മണിക്ക ആർക്ക് പോവാ? വിളിക്ക്. Come on. അപ്പൊ ഗൈസ് ഞമ്മ എടുത്തു നിക്ക്. അലുമ്പ് അപ്പൊ നമ്മ പോവാ ഫസ്റ്റ് നമുക്ക് പോവാ. ആരല്ല കയ്യിലൊക്കെ അങ്ങനെ കുറയിലാണ് തിന്നിട്ടുണ്ട്. ഹായ് ഒരു വേണ്ട നമുക്ക് അങ്ങനെ ഞങ്ങളെ ഷവർമ എത്തി ഗൈസ്. ഷവർമ കിട്ടി കയ്യില്. തിന്നിട്ടായി ഗൈസ്. നമ്മളെ എന്തിത് മീനാ? ഇപ്പൊ ഞമ്മ എടുത്തി ഇനി മീൻ എന്താക്കണോ? പോവാ ഉള്ളില് കയറ്. ചാവി എന്റെ ഇല്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇന്നത്തെ അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇടവൈൻ്റെ പക്കുന്നേ. അപ്പൊ എങ്ങനെയുണ്ട് തിരിച്ചു ടൗണിലേക്കെല്ലാം പോയിട്ട്? മീനുണ്ടായിനെ? ഷാർക്കാ? ഓക്കെ, ഷാർക്ക് ഉണ്ടായിന്, നണ്ടുണ്ടായിന്, ക്രാബ്. ഞണ്ടിന് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? ഓക്കെ. ദിച്ചോ എന്ത് തിന്ന് ഞമ്മോ? ടൗണിലേക്ക് പോയിട്ട് എന്ത് തിന്ന്? ഷവർമ്മ തിന്ന് ഞങ്ങൾ. അപ്പൊ ടൗണിൽ എന്തെല്ലാം ഉണ്ടായില്ല? കൊറേ ഉണ്ടായില്ല. എന്നാ ഒരിക്കൽ പറയും ഷവർമ്മ പറയും. അപ്പൊ ദീച്ചു മിണ്ടാൻ മുമ്പത്തെ പോലെ അല്ല, എല്ലാം മിണ്ടാനെല്ലാം തുടങ്ങി എന്ന് പറഞ്ഞോണ്ട് തന്നെ അല്ലേ? അങ്ങനെ പാടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടവൈൻ്റെ പക്കത്. ടാറ്റാ ബൈ, സീ യു, ലവ് യു.
ലവ് യു ദീച്ചുട്ടാ. പാട്ട് പാടുന്നയാ? പാട്. കഥ കേക്ക് മിഴി കുറു